യെസ്, പ്രോബബിലിറ്റിയിലെ ജോമെട്രിക്കൽ പ്രോബബിലിറ്റിയിലെ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻ. ഇൻ ദ പിക്ചർ ദ എൻഡ് ഓഫ് എ കോഡ് ഓഫ് ദ സർക്കിൾ ആർ ജോയിൻ ടു ദ സെന്റർ ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇഫ് എ പോയിന്റ് ഈസ് മാർക്ക്ഡ് ഇൻസൈഡ് ദിസ് സർക്കിൾ എന്ന് പറഞ്ഞാലേ ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യാണ്, അത് ഈ സർക്കിളിന്റെ ഉള്ളിലാണ് മാർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഈ ട്രയാങ്കിളിന്റെ ഉള്ളിലാവാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് നിങ്ങൾ വിചാരിക്കണം. അത്ര യാതൊരു ടഫും ഇതിലില്ല. ഇതിന്റെ കൂടെ ചെയ്തോളൂ. ഇൻസൈഡ് ദ ട്രയാങ്കിൾ എന്നാണ് ക്വസ്റ്റ്യൻ. സോ പ്രോബബിലിറ്റി ചോദിച്ചാൽ ഇത്ര മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത്ര മാത്രമാണ് ചെയ്യേണ്ടത്. ട്രയാങ്കിളിന്റെ ഉള്ളിലുള്ള പ്രോബബിലിറ്റി ചോദിച്ചാലേ ട്രയാങ്കിളിന്റെ ഏരിയ മുകളിൽ എഴുതണം, ടോട്ടല് താഴെ എഴുതണം. ഓർമ്മല്ലേ? എടാ നിങ്ങൾ മുമ്പ് തന്നെയാണ് ചെയ്തിരുന്നത്, ഓർമ്മല്ലേ? എന്തിന്റെ ആണോ ചോദിക്കുന്നത്? ഇപ്പൊ ഇതിൽ ഈ ട്രയാങ്കിളിന്റെ ആണ് ചോദിക്കുന്നത്. ഈ ട്രയാങ്കിളിന്റെ ആണ് ചോദിക്കുന്നത്. ഈ ട്രയാങ്കിളിന്റെ അല്ലേ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഉള്ളിൽ വരാനുള്ള പ്രോബബിലിറ്റി ചോദിച്ചാൽ പൊന്നു മക്കളെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എവിടെ എഴുതണം? ഏരിയ ഓഫ് ട്രയാങ്കിൾ എവിടെ എഴുതണം? മുകളിൽ എഴുതണം. താഴെ എന്ത് എഴുതണം? ഏരിയ ഓഫ് സർക്കിളും എഴുതണം. ഇത് നേരം പോലെ എഴുതിക്കോട്ടോ. ഞാൻ ട്രയാങ്കിളിന് വെറുതെ ട്രയാങ്കിൾ വരച്ചു വെച്ചിരിക്കുകയാണ്, സർക്കിളിന് വെറുതെ സർക്കിൾ വരച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ നേരം പോലെ എഴുതിക്കോളൂ. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലേ? ഇത് ബുദ്ധിമുട്ടുണ്ടോ? ഈ സ്റ്റെപ്പ് മനസ്സിലായോ? ക്ലിയർ അല്ല മക്കളെ? എന്തിന്റെ പ്രോബബിലിറ്റി ആണോ കാണേണ്ടത് അതാണ്, അതിന്റെ ഏരിയ ആണ് മുകളിൽ എഴുതേണ്ടത്. ക്ലിയർ ആണോ? ടോട്ടൽ എന്താണോ വരുന്നത് അതാണ് താഴെ എഴുതേണ്ടത്. ഇതിൽ ഏതിന്റെയാണ് ചോദിച്ചത്? ട്രയാങ്കിൾ. അതുകൊണ്ടാണ് ട്രയാങ്കിളിന്റെ ഏരിയ മുകളിൽ എഴുതിയത്. മനസ്സിലായോ? ഏതിന്റെ ഏരിയയാണ് താഴെ എഴുതേണ്ടത്? ഏതിന്റെ ഏരിയയാണ് താഴെ എഴുതേണ്ടത്? ഏതിന്റെ ഏരിയയാണ് താഴെ എഴുതേണ്ടത്? ഏതിന്റെ ഏരിയയാണ് താഴെ എഴുതേണ്ടത്? സർക്കിൾ. നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും അറിയാം ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഹാഫ് ബി എച്ച്. അറിയാത്ത ആരുമില്ലല്ലോ. അറിയാത്തൊരു സൈഡിൽ എഴുതി വെച്ചോളൂ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹാഫ് ബി എച്ച്. അറിയാത്തവര് സൈഡിൽ എഴുതി വെച്ചോളൂ. ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? പൈ ആർ സ്ക്വയർ. ഇത് രണ്ടും അറിയില്ലേ? അറിയാത്തവര് സൈഡിൽ ഒന്ന് എഴുതി വെച്ചോളൂ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഹാഫ് ബി എച്ച്. ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പൈ ആർ സ്ക്വയർ. ക്ലിയർ അല്ലേ? സോ നിന്റെ കൂടെ ശ്രദ്ധിച്ച് നോക്കിയിരുന്നോളൂ. ഇതൊരു ട്രയാങ്കിൾ ആണ്, ഇത് റേഡിയസ് ആണ്. ഇത് എത്ര തന്നെ ആയിരിക്കും? 2. ഇതിൽ ഏതാണ് ബേസ്, ഏതാണ് ഹൈറ്റ്? 2 ആണ് ബേസ്, ഈ 2 ആണ് ഹൈറ്റ്. അപ്പൊ ഇതെന്താ? ഇത് ഹൈപ്പോട്ടനസ് ആണത്. നമ്മളിങ്ങനെ ചെരിച്ച് പിടിച്ച് ചിന്തിക്കണം. കാരണം ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നത് ഈ സൈഡ് ഹൈപ്പോട്ടനസ് ആണ്. ഇത് ഹൈപ്പോട്ടനസ് ആണ് അല്ലേ? അല്ലടാ. മനസ്സിലായോ? എങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞ എങ്ങനെയാണ് ട്രയാങ്കിളിന്റെ ഏരിയ ആണ്? പറഞ്ഞോ. ഹാഫ് ഇൻറ്റു ബേസ്. വാട്ട് ഈസ് ബേസ്? വാട്ട് ഈസ് ബേസ്? എടാ പറടാ. 2. വാട്ട് ഈസ് ഹൈറ്റ്? 2. കത്തിയോ ഇല്ലേ? കത്തിയോ ഇല്ലേ? ദെൻ ഏരിയ ഓഫ് സർക്കിൾ നിങ്ങൾക്ക് അറിയാം എന്താണ്? പൈ ആർ സ്ക്വയർ അല്ലേ? എന്താ 2 എഴുതിയത്? 2 എന്താ എഴുതിയത്? പൈ റേഡിയസിന്റെ സ്ക്വയർ. ഇക്വേഷൻ ഇതല്ലേ? പൈ ആർ സ്ക്വയർ എന്നല്ലേ? പൈ റേഡിയസ് 2. സോ പൈ 2 ഇൻറ്റു 2. ക്ലിയർ അല്ലേ? കട്ട് ചെയ്യല്ലത്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. നിങ്ങൾ വിചാരിക്കണം അത്ര യാതൊരു ബുദ്ധിമുട്ടും ഇതിലില്ല. 2 കട്ട് ചെയ്തു. മനസ്സിലായില്ല? മനസ്സിലായില്ല? 1/2 ഒരു 2 മുകളിലത്തെ 2 കട്ട് ചെയ്തു. ഇനി ഏതോ ഒരു 2 കൂടി കട്ട് ചെയ്യാം. വേഗം പറ. ഏത് 2 ആണ് ഇനി കട്ട് ചെയ്യാൻ പറ്റുക? മുകളിലത്തെ 2 അടിയത്തെ 2 കട്ട് ചെയ്തു. നിങ്ങളൊന്ന് ആൻസർ പറഞ്ഞ. മുകളിൽ എന്ത് വരും? താഴെ എന്ത് വരും? മുകളിൽ എന്ത് വരും? ഉറക്കെ പറയണം. മുകളിൽ എന്ത് വരും? 1. താഴെ എന്ത് വരും? 2π. പൈ 2 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. സാധാരണ മനുഷ്യന്മാര് 2π എന്ന് എഴുതാറ്. നമ്പറാണ് ആദ്യം എഴുതാറ്. കണ്ടോ? ഇത്രയും സിമ്പിൾ ആയ ഈ ക്വസ്റ്റ്യൻ ആണ് മക്കളെ 3 മാർക്ക്. നിങ്ങൾക്ക് ഹാഫ് ബി എച്ച് അറിയില്ലേ? ഏരിയ ഓഫ് സർക്കിൾ അറിയില്ലേ? ഇത് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. ആൻസർ കട്ട് ചെയ്യുക. ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ. മനസ്സിലായോ ഇല്ലേ? ഒന്ന് ഡിസ്കസ് ചെയ്താ എന്താ ചെയ്യേണ്ടത്? ഒന്നും കൂടി പറയാം, സിമ്പിൾ ആയിട്ട് പറയാം. എടാ ഏതിന്റെ ഏരിയയാണ് മുകളിൽ എഴുതേണ്ടത്? അതെന്തുകൊണ്ടാ ഏരിയ ഓഫ് ട്രയാങ്കിൾ മുകളിൽ എഴുതിയത്? അതിന്റെയാണ് ക്വസ്റ്റ്യൻ.
വേണ്ടതാണ് മുകളിൽ എഴുതേണ്ടത്, ടോട്ടല് താഴെ എഴുതുക. ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഹാഫ് പി എച്ച്. കട്ട് ചെയ്തു, ആൻസർ കിട്ടി. റെഡി അല്ലേ? യെസ്. ഇനി ബി ക്വസ്റ്റ്യൻ ഒന്നും കൂടി ടഫ് ഉണ്ട്. നമ്മൾ 9th പഠിച്ചതൊക്കെയാണ് ഇതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പറയട്ടെ, നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട് ഏരിയ ഓഫ് സെക്ടർ കാണാനുള്ള ഇക്വേഷൻ. അവിടെയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഏരിയ ഓഫ് സെക്ടർ കാണാനുള്ള ഇക്വേഷൻ. നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട്, ഓർമ്മ ഉണ്ടോ? അറിയാത്തവരൊന്ന് എഴുതി വെച്ചോളൂ. ഏരിയ ഓഫ് സെക്ടർ എന്താണ് ഏരിയ ഓഫ് സെക്ടർ? ഈ സാധനത്തിന് പറയുന്ന പേരെന്താ? ഇതിന് പറയുന്ന പേരെന്താ? ഈ പീസിന് ഒരു കേക്കിന്റെ ഒരു പീസിന് നമ്മൾ എന്താ പറയാ? സെക്ടർ. സെക്ടറിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഓർമ്മ ഉണ്ടോ? 9ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ടീച്ചർ പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും. എന്താണ് ഏരിയ ഓഫ് സെക്ടർ? πr² ഇൻറ്റു x/360. അറിയാത്തവരെ എഴുതി വെച്ചാൽ മതി കേട്ടോ. അറിയാത്തവരൊന്ന് ജസ്റ്റ് എഴുതി വെച്ചോളൂ. ഏരിയ ഓഫ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ πr² ഇൻറ്റു x/360. πr² ഇൻറ്റു x/360 പറയുന്ന പേരാണ് ഏരിയ ഓഫ് സെക്ടർ. മക്കളത്തിൽ ഏരിയ ഓഫ് സെക്ടർ നിങ്ങൾക്ക് കാണണോ? വേണ്ട. പകരം ഇതിൽ എന്താ കാണേണ്ടത് അറിയോ? ഈ ഷെയ്ഡ് രീതിയിൽ വരാനുള്ള പ്രോബബിലിറ്റി കാണുന്നുണ്ട്. മനസ്സിലായില്ല? എടാ, ഈ ഷെയ്ഡ് രീതിയിൽ വരാനുള്ള പ്രോബബിലിറ്റി കാണുന്നുണ്ട്. സോ ഈ ഏരിയ ഓഫ് സെക്ടറിന് എന്ത് മൈനസ് ചെയ്യണം? ട്രയാങ്കിൾ മൈനസ് ചെയ്യണം. കത്തിയോ ഇല്ലേ? എടാ, ഈ ഷെയ്ഡ് ചെയ്തത് മാത്രമാണ് കാണേണ്ടത്. മൊത്തം ഏരിയ ഓഫ് സെക്ടർ ഉണ്ട്. അതിന് എന്ത് മൈനസ് ചെയ്യണം? യെസ്, സ്വന്തം എഴുതാൻ തുടങ്ങിക്കോളൂ. എഴുതിക്കോളൂ. പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു ഏതിന്റെ ഏരിയയാണ് മൈനസ് ചെയ്യേണ്ടത്? ഏരിയ ഓഫ് സെക്ടർ. അതിന് എന്ത് മൈനസ് ചെയ്യണം? ഏരിയ ഓഫ് എന്ത് മൈനസ് ചെയ്യണം? ട്രയാങ്കിൾ. ടോട്ടൽ എന്താ വരിക? എടാ, ടോട്ടൽ എന്താ വരിക? മനസ്സിലായില്ല? കത്തിയില്ല? ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ ഷെയ്ഡ് ചെയ്തത് മാത്രല്ലേ കാണേണ്ടത്? അല്ലേ? ഏരിയ ഓഫ് സെക്ടർ ഇവിടെ ഉണ്ട്. ഏരിയ ഓഫ് സെക്ടർ ഇവിടെ മൊത്തം ഉണ്ട്. അതിന് എന്ത് മൈനസ് ചെയ്യണം? ഏരിയ ഓഫ് ട്രയാങ്കിൾ മൈനസ് ചെയ്താലല്ലേ ഈ ഷെയ്ഡഡ് കിട്ടുക. മനസ്സിലായോ? എന്നൊന്ന് പറഞ്ഞ എങ്ങനെ ഷെയ്ഡഡ് കിട്ടുക? ഏരിയ ഓഫ് സെക്ടറിൽ നിന്ന് ഏരിയ ഓഫ് നമുക്കറിയാം ഏരിയ ഓഫ് സെക്ടർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞോ. πr². r² എഴുതാൻ പാടില്ല. ആറിന്റെ സ്ഥലത്ത് എന്താണ് എഴുതേണ്ടത്? πr². കത്തിയോ? ഇൻറ്റു x/360. കത്തിയോ? എക്സ് എങ്ങനെ 90 വന്ന്? അവിടുത്തെ ആംഗിൾ 90 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏരിയ ഓഫ് ട്രയാങ്കിൾ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ? 1/2 ഇൻറ്റു 2 അല്ലേ? സോ 2 കട്ട് ചെയ്തിട്ട് 2 അല്ലേ ഏരിയ ഓഫ് ട്രയാങ്കിൾ? ഹാഫ് പി എച്ച് അല്ലേ? കത്തിയില്ല? ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താ? ഹാഫ് പി എച്ച് അല്ലടാ, അല്ലേ? ബി 2, എച്ചും 2. സോ ആൻസർ 2 കിട്ടും. സോ ഇതിന്ന് ഏരിയ ഓഫ് ട്രയാങ്കിൾ മൈനസ് ചെയ്ത് ഏരിയ ഓഫ് സർക്കിൾ എന്താ? 4π അല്ലേ? πr². അത് കത്തിയില്ല? πr² അല്ലേ? അല്ലേ? 4π കിട്ടും. യെസ്, ഇവിടെ 4π വരും. യെസ്, π അങ്ങനെ ഡയറക്റ്റ് കട്ട് ചെയ്യാൻ പറ്റൂല. നേരെ നോക്കിയിരുന്നോളൂ. 2 ഇൻറ്റു 2 4π. ഈ 4π വന്നത് മനസ്സിലായോ ഇല്ലേ? അല്ലെ, ഞാൻ അവിടെ നിൽക്കട്ടെ. ഇത് 4 ആണെന്ന് മനസ്സിലായില്ലേ? ഈ 0 കട്ട് ചെയ്യുക. മനസ്സിലായോ ഇല്ലേ? 90/360 പകരം എന്ത് എഴുതാം? 1/4 എന്ന് എഴുതാം. ഇത് മനസ്സിലായോ?
90/360 പകരം 0 കട്ട് ചെയ്തു. 9 എത്ര 9 ഉണ്ട്? 1. 36 എത്ര 9 ഉണ്ട്? 4. സോ ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്, ആ 4 കട്ട് ചെയ്തു. മനസ്സിലായോ? ഇവിടെ ഒരു 4 നമുക്ക് കിട്ടി, ആ 4 മുകളിലത്തെ ഈ 4 കട്ട് ചെയ്തു. ബാക്കി എന്താ വരികയെന്നറിയോ? പൈ മൈനസ് 2/4 എന്ന് വരും. പൈ മൈനസ് പൈ മൈനസ് 2/4. ഇത് മനസ്സിലായിട്ടില്ലല്ലോ? ഒന്നുകൂടെ. പയ്യും കട്ട് ചെയ്യാൻ പറ്റില്ല, ഇൻറ്റു ആണെങ്കിൽ മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നുകൂടെ മക്കളെ, ഈ ലൈൻ ഒന്നും കൂടി പറഞ്ഞു തരികയാണ്. മെല്ലെ പറഞ്ഞുതരാം, ഒന്നും കൂടി പറഞ്ഞുതരാം. നിങ്ങളൊന്ന് പറഞ്ഞ ആ ഏരിയ ഓഫ് സെക്ടർ കാണാനുള്ള ഇക്വേഷൻ പറയാം. പൈ ആർ സ്ക്വയർ എന്നില്ലതിന്റെ പകരം 4 എഴുതട്ടെ. 2 സ്ക്വയർ അല്ലേ? പൈ ആർ സ്ക്വയർ ഇൻറ്റു x/360 പകരം എന്ത് എഴുതാം? എക്സ് എന്ന് പറഞ്ഞ സെൻട്രൽ ആംഗിൾ. എക്സ് എത്രയാണ്? 90/360 മൈനസ് അടുത്ത കഴിഞ്ഞാൽ അവിടെ എന്താ വേണ്ടത്? ഏരിയ ഓഫ് ട്രയാംഗിൾ. എത്ര നമുക്ക് കിട്ടിയത്? 2. താഴെ 4πയും കിട്ടിയിട്ടുണ്ട് അല്ലേ? യെസ്. ഇതൊന്ന് കട്ട് ചെയ്താൽ ആൻസർ ആയി. ഇതിൽ 4ഉം അല്ല, ഈ 0 കട്ട് ചെയ്തു. 9/36 എത്ര? 1/4. ആ 4ഉം ഈ 4ഉം കട്ട് ചെയ്തു. സോ ഇവിടെ വെറും പൈ മാത്രം വരും. മനസ്സിലായോ? പൈ മൈനസ് 2/4π. 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക്. സിമ്പിൾ ആണോ? അല്ലേ? ഒന്നും പഠിക്കല്ല. ഏരിയ ഓഫ് ട്രയാംഗിൾ നിങ്ങൾക്ക് അറിയില്ലേ? ഏരിയ ഓഫ് സെക്ടർ നിങ്ങൾക്ക് അറിയില്ലേ? ഏരിയ ഓഫ് സർക്കിൾ നിങ്ങൾക്ക് അറിയില്ലേ? അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയ ആൻസർ സെറ്റായി. ക്ലിയർ ആണോ? ഇത് വേഗം ഇരുന്ന് പഠിച്ചോളൂ.